ಅಸುರಸೆ ಲಂಕೆಯನ್ನು ಸುಡಲು ವಿನಿಯೋಗ ಮಾಡ್ತಾನೆ. ಇರಬಹುದು, ಅನೇಕ ಸಾಮರಸ್ಯಕ್ಕೆ ತೊಡಗುಂಟಾದಲ್ಲಿ ತೊಡಗಿಕೊಂಡಿದೆ. ಇವತ್ತಿಲ್ಲ ಬೇಕಿದ್ರೆ ಆದ ಇನ್ನೊಂದು ಇಡೀ ಸಮಾಜಕ್ಕೆ ಸಕ್ರಿಯರಾಗಿ ನಮ್ಮ ಗೋವುಗಳನ್ನು ಸಂರಕ್ಷಿಸಬೇಕಾಗಿದೆ, ಮಾಡಬೇಕಾಗಿದೆ. ಮತ್ತು ಸಮಾಜದಂತಹ ಸಂಘಟನೆಯನ್ನ ಹನುಮಂತ ಶಕ್ತಿಯ ಪ್ರತೀಕ ಕಾರ್ಯಪ್ರವೃತ್ತಿ. ಅದೇ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ಹಿಂದೂ ಹನುಮನನ್ನ ಬಡಿದೆಬ್ಬಿಸುವುದನ್ನು ಸಮಾಜಕ್ಕೆ ಇಳಿಸಿದಂತಹ ಕೀರ್ತಿ ಇದ್ರೆ, ಕಾರ್ಯರೂಪದಲ್ಲಿ ಪ್ರವೃತ್ತಿ ಮಾಡಿದ್ರೆ ಅದು ಒಂದು ಒಳ್ಳೆಯ ಪರಿವರ್ತನೆಗಾಗಿ ಈ ಸಂಘಟನೆಯಂತಹ ಕೇಸರಿ ಭಯೋತ್ಪಾದನೆ ಎಂಬಂತಹ ಹೆಸರಿನಲ್ಲಿ ಜಾಗೃತ ಹಿಂದೂ ಆಗುವ ಅಲ್ಲಿಯವರೆಗೂ ಶಾಂತಿ ಶಾಂತಿ ಶಾಂತಿ. बोलो भारत माता. ಹಿಂದೂ ಐಕ್ಯ. बोलो भारत माता के. ശ്രീ വയനാട്ട് കുലവൻ ആചാര സംരക്ഷ ശബ്ദത്തിന് അല്പം ഇതെന്റെ അഭിമാന നിമിഷമാണ്. ഞാനിത് ഭഗവത് ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ, ഈ വേദിയിൽ നിൽക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിച്ചതിന്. പ്രിയമുള്ളവരെ, മഹാഭാരത യുദ്ധത്തിൽ ധർമ്മം ജയിക്കുന്ന ഔദ്യോഗികമായി അംഗീകരിച്ചത് ഈ 192 എന്ന് പറയുന്നത് ക്രിസ്തു മതമാണ്. രചിക്കപ്പെട്ട രാജ്യഭരണമുണ്ടായിരിക്കണം തീരുമാനിക്കുന്നത്. അതിലൊരു മാറ്റമുണ്ടാക്കാൻ ആരെങ്കിലും 55 രാഷ്ട്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. 700-ാം നൂറ്റാണ്ടിൽ, ഇപ്പോൾ 700-ാം വർഷത്തെ 8-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്ന മതഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് ആ മതം മുന്നോട്ട് പോകുന്നത്. ആ മതത്തിലൊരു മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചാൽ, ആ മതത്തിലൊരു മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ചേകന്നൂർ മൗലവിമാരുണ്ടാകും. എന്റെ നിലപാടാണ് ശരി, എന്റെ വിശ്വാസമാണ് ശരി എന്നാണ്. സർവ്വജനാചരങ്ങളും ഒന്നടക്കമുള്ള ഒരൊറ്റ സംസ്കാരം, അത് ഈ സനാതന. മറ്റേത് മതത്തിനുണ്ട്? ലോകത്തിലെ 192 രാഷ്ട്രങ്ങളിൽ ഒരു രാജ്യത്ത് പോലും ഹൈന്ദവ ധർമ്മം സംസ്കാരം നിലനിൽക്കുന്നു. മതമാറ്റത്തിന്റെ പറുദീസയായ അമേരിക്കയുടെ മണ്ണിൽ 2003 ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് താഴെ സർവ കാര്യങ്ങളെ കുറിച്ചും വിശദീകരിക്കുന്ന ഗ്രന്ഥമുള്ള സമൂഹമാണ് ഹൈന്ദവ സമൂഹം. ആരുടെ കണ്ടെത്തൽ? ക്രിസ്തു മതത്തിന്റെ ആചാര്യന്മാരുടെ കണ്ടെത്തൽ. 33 കോടി ദൈവങ്ങൾ, ശ്രീ സായിബാബയെയും ശ്രീ രവിശങ്കരെയും അമൃതാനന്ദമയ്യെയും സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും പോലുള്ള ഗുരുഭൂതന്മാരെ അംഗീകരിക്കുന്ന സമൂഹം, കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് അവർ കാട്ടിത്തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമൂഹമായതുകൊണ്ട് സമുദായത്തിലും തറവാടിലും സമൂഹത്തിലും സമാജത്തിലും വിശ്വസിക്കുന്നത് കൊണ്ട് ഈ വിശ്വാസം മാറ്റുന്നത് വരെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ പരിപൂർണമായി മതം മാറ്റാൻ കഴിയില്ല എന്നാണ് ക്രിസ്തു മതക്കാർ കണ്ടെത്തിയത്. അദ്ദേഹം ഭാരതത്തിൽ വന്നിട്ട് പറഞ്ഞത്, ലോകത്തിലെ 32 രാജ്യങ്ങൾ അനുഷ്ഠാനങ്ങളിലും യൂറോപ്യൻ നാടുകളിലും അതുപോലെ അമേരിക്കൻ നാട് നമ്മുടെ ഏത് ഉത്സവത്തിലാണ് പൗരാണിക സങ്കല്പമില്ലാത്തത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ക്രിസ്തു മതത്തിന്റെ ആചാര്യന്മാർ അവിടെ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്തു.
മറന്ന് പ്രശ്നമുണ്ടാക്കാൻ, അത് മുളയിലെ നുള്ളിക്കളയാൻ ഭാരതത്തിന്റെ നക്ഷത്രവും വെച്ചാൽ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് അവിടെ പ്രാർത്ഥിക്കാം, പള്ളി പണിയാം. പക്ഷേ ഈ താളിപ്പടപ്പ് മൈതാനിയുടെ നടുമുറ്റത്തൊരു രാമവിഗ്രഹം വെച്ചിട്ട് നിങ്ങൾ ഇവിടെ പൂജിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. രാമക്ഷേത്രം അത് രാമന്റെ ജന്മസ്ഥാനത്ത്, പറഞ്ഞ സ്ഥലത്ത്, പറഞ്ഞ സമയത്ത്, പറഞ്ഞ രീതിയിൽ വേണം. അത് ഞങ്ങളുടെ ധർമ്മമാണ്, ഞങ്ങളുടെ പരമ്പരാഗത വിശ്വാസമാണ്. അല്ലാതെ ആരുടെയെങ്കിലും പിന്നാമ്പുറത്ത് കൊണ്ടുപോയി പണിയേണ്ട ക്ഷേത്രമല്ല ശ്രീരാമക്ഷേത്രം. മതേതരത്വം വളരെ നല്ലതാണ്. നമ്മുടെ കേരളത്തിലെ വലിയൊരു മതേതരവാദി ഇപ്പൊ കർണാടകയുടെ ജയിലറക്കുള്ളില, അബ്ദുൽ നാസർ മദനി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തീതുപ്പുന്ന വാക്കുകളുമായി ഇസ്ലാമിക ജനവിഭാഗത്തെ ഇളക്കിവിട്ട് അഭിനവ ടിപ്പു സുൽത്താനായി പാഞ്ഞു നടക്കുമ്പോഴാണ് കാലര കഷ്ണം പോയത്. കോയമ്പത്തൂരിലെ കേസിൽപ്പെട്ട് 1.5 കാലും 110. എന്താ ചെയ്യ? നല്ലൊരു സ്വീകരണം കൊടുക്കണ്ടേ? എവിടെയാ സ്വീകരണം കൊടുത്തത്? ഒന്നാമത്തെ കേന്ദ്രം അങ്ങോട്ടാണല്ലോ, ഗൾഫ്. അങ്ങനെ UAE-യുടെ തലസ്ഥാനമായ അബുദാബിയിലെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ അബ്ദുൽ നാസർ മദനിക്ക് സ്വീകരണം കൊടുത്തു. പീഡിപ്പിക്കാനല്ല കൊടുത്തത്, അവിടുത്തെ ഇസ്ലാമിക സഹോദരന്മാരാണ്. അവിടെയുള്ള ഇന്ത്യൻ സോഷ്യൽ സെന്റർ എന്ന് പറഞ്ഞാൽ 1000-ൽ പരം ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഹോളാണ്. യേശുദാസിനെ പോലെ വലിയ വലിയ പാട്ടുകാര്, ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികള്, ഇന്ത്യൻ സ്ഥാനപതികള്, ഇവരൊക്കെ വന്ന സ്വീകരണം കൊടുക്കുന്നത് അവിടെയാണ്. ഒട്ടും കുറച്ചില്ല, മദനിക്ക് അവിടെ സ്വീകരണം കൊടുത്തു. 1000-കണക്കിന് ഇസ്ലാമിക സഹോദരന്മാർ ഒഴുകിയെത്തി. അവിടെ മദനി മറുപടി പറഞ്ഞു. ഇതായിരുന്നു മറുപടി. ഈ സ്വീകരണത്തിന് മദനി മറുപടി പറഞ്ഞത് എങ്ങനെയാ? പ്രിയമുള്ളവരെ, അല്ലാഹുവിന് വേണ്ടി ഒരു 100 വർഷക്കാലം ജയിലിൽ കിടക്കാനും ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? കോയമ്പത്തൂരിന്റെ ജയിലറയിൽ 8 വർഷക്കാലം കിടന്നപ്പോൾ ഞാൻ 150 പേരെ മതം മാറ്റി ഇസ്ലാമാക്കി. അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മതം മാറ്റമെങ്കിൽ ആ മതം മാറ്റം നടത്താൻ ഒരു 100 വർഷക്കാലം കൂടി ഞാൻ ജയിലിൽ കിടക്കും എന്ന് 1000-കണക്കിന്